അങ്ങനെ സാക്കുറ തന്നെയാണ് ടാസനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോഡി ഗാർഡ് എന്നുള്ള രീതിയിൽ പോകുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ടാസന ചോദിക്കുന്നുണ്ട്, നിൻ്റെ മറ്റേ ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള കൂട്ടുകാരനെവിടെ എന്നുള്ള രീതി ചോദിക്കുകയാണ്. അവരൊക്കെ ട്രെയിൻ ചെയ്യാണ്, ഞാനാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിലുള്ളത് കൊണ്ടാണ് സെൻസ് എന്നെ ഇങ്ങോട്ട് വിട്ടത് എന്നുള്ള രീതി പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ടാസനെ പറയുന്നുണ്ട്, നീ ബെസ്റ്റ് ആണെന്നോ, ചുമ്മാ പറഞ്ഞ് ചിരിപ്പിക്കില്ലേ എന്നുള്ള രീതി പറയാണ്. അപ്പോൾ ഈ ടൈമിൽ അവൻ്റെ സ്വന്തം കൂട്ടുകാരനായിട്ടുള്ള ഒരു ചങ്ങായി ഉണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് പറയും, ഞാൻ ഇനി ഇവിടെ വന്ന് പണിയെടുക്കുന്നില്ല, അതുപോലെ ഗാറ്റോരെ ആൾക്കാരെല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എന്നെയും കൊല്ലില്ല എന്നെന്താ ഉറപ്പ്, എനിക്ക് എൻ്റെ ജീവനിൽ പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി വരുന്നില്ല എന്നുള്ള രീതി പറയാണ്. അപ്പോൾ ടാസന പറയുന്നുണ്ട്, ഈ സമയത്ത് നീ ഇങ്ങനെ വിട്ടിട്ട് പോയാൽ ഇത് നമ്മുടെ ലാൻഡിൻ്റെ ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ബ്രിഡ്ജ് പണിയുന്നത് എന്നുള്ള രീതി പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ പിരിയാണ്. ഈ ടൈമിൽ നമ്മുടെ സാസ്കേനെയും നറൂട്ടോനെയും കാണിക്കുന്നുണ്ട്. അവരിപ്പോഴും കഠിനമായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും സാസുക്കെ തന്നെയാണ്. അതുപോലെ നറൂട്ടോ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. എന്നാൽ ആദ്യത്തെ ട്രെയിനിങ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അങ്ങനെ അവർ രണ്ടുപേരും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ സാക്കുറ പറഞ്ഞത് എന്താണെന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മൾ ട്രെയിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, അതുപോലെ അനാവശ്യമായ ടെൻഷനൊന്നും പാടില്ല, കാമായിരിക്കണം, എന്നാൽ മാത്രമേ നടക്കാൻ പറ്റൂ എന്നുള്ള രീതി പറയാണ്. അപ്പോൾ ഈ ടൈമിലാണ് സാസുക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ സാക്കുറയുടെ അടുത്ത് ചോദിച്ചില്ലേ അവൾ എന്ത് അഡ്വൈസാണ് നിനക്ക് തന്നെ എന്നുള്ള രീതി ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നറൂട്ടോ പറയുന്നുണ്ട്, ഞാൻ എന്തിനും നിൻ്റെ അടുത്ത് അത് പറയണം, എനിക്കത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതി പറയണം. ഇത് കേൾക്കുമ്പോൾ സാസുക്കയുടെ മുഖം ഒരുമാതിരി ആവുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ തന്നെ ലാൻഡ് ഓഫ് വേവ്സിലുള്ള ഒരുപാട് പിള്ളേരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും പട്ടിണിയായിട്ട്, കാരണം അവിടുത്തെ ആഹാരത്തിനൊക്കെ നല്ല വിലയാണ്, അതുപോലെ തന്നെ ഒരുവിധ സാധനങ്ങൾ പോലും കിട്ടാനില്ല. അപ്പോൾ ഈ റേറ്റിന് സാധനം വാങ്ങുന്നതും അതുപോലെ ആർക്കും ആഹാരമില്ല. അപ്പോൾ ചെറിയ പിള്ളേർ വരെ നമ്മുടെ സാക്കുറയുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ തരൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാരെ പൈസ എല്ലാതും കളവ് പോകുന്നുണ്ട്. ആ രീതിയിൽ തന്നെ നമ്മുടെ സാക്കുറയുടെ പൈസ മോഷ്ടിക്കാൻ വേണ്ടി ഒരു ഡാവ് വരെയാണ്. അപ്പോൾ അവൻ വന്നത് വേറെ ആവശ്യത്തിനാണെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ രണ്ട് ചവിട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഇവർ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ വരെ സാസുകയും നറൂട്ടോയും തമ്മിൽ മത്സരമാണ്, ഫുഡ് ആര് ഫസ്റ്റ് കഴിക്കും, ആര് കൂടുതൽ കഴിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ടൈമിൽ അവിടെ ഭിത്തിയിൽ വെച്ചേക്കുന്ന ഒരു ഫോട്ടോ കാണാനാണ്. അതിൽ ഒരാളുടെ പിക്ക് മാത്രം കയറിയിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് കയറിയത്, എന്തെങ്കിലും സ്റ്റോറി ബാക്കിലുണ്ടോ എന്നുള്ള രീതി ചോദിക്കുകയാണ്. അപ്പോൾ ടാസുന പറയുന്നുണ്ട്, അത് നമ്മുടെ ഇനാറിയുടെ അച്ഛനാണ്, അതുപോലെ അദ്ദേഹം ഇവിടുത്തെ ഭയങ്കര ഹീറോ ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇനാറി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പുറകെ അവൻ്റെ അമ്മയും പോകുന്നു. അങ്ങനെ അവൻ്റെ സ്റ്റോറി പറയാണ്. ഇനാറി ആണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ ഒരു പട്ടിക്കുട്ടിയും വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 ബുള്ളിയായിട്ടുള്ള പിള്ളേരാണെങ്കിൽ അവൻ്റെ പട്ടിക്കുട്ടീനെ അടുത്ത് വെള്ളത്തിൽ എറിയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ തന്നെ അവൻ്റെ ആ പട്ടിക്കുട്ടീനെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നോക്കി നിൽക്കാനല്ലാണ്ട് അവന് നീന്തൽ അറിയില്ലല്ലോ. അപ്പോൾ ആ പിള്ളേരാണെങ്കിൽ ഇവനെ പിടിച്ച് അങ്ങോട്ടേക്ക് തള്ളിയിടുകയും ചെയ്യും. പട്ടിയാണെങ്കിൽ പട്ടിയുടെ പാട് നോക്കി നീന്തി പോവുകയും ചെയ്യും. അപ്പോൾ ഇവനാണെങ്കിൽ നീന്തൽ അറിയില്ലല്ലോ, അങ്ങനെ മുങ്ങിപ്പോവുകയാണ്. അങ്ങനെ കണ്ണ് തുറക്കുന്ന ഇവനാണെങ്കിൽ ഒരാളെ കാണുന്നുണ്ട്. അതാണ് കായിസ് എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ ഇനാറി ജനിച്ചപ്പോൾ തൊട്ട് തന്നെ അവൻ്റെ അച്ഛനില്ല, അച്ഛൻ ആരാന്നും അറിയത്തില്ല, അവൻ്റെ അച്ഛനില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ജീവിച്ച് വന്നത്. അപ്പോൾ ഈ ടൈമിൽ കായിസിനെ കാണുമ്പോൾ അവൻ്റെ അച്ഛനെ പോലെ തന്നെ ഫീലായി തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെ ഇനാറി മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ഇവർ വിചാരിക്കുന്ന ഒരു പട്ടിയുടെ സ്റ്റോറിയാണല്ലോ ഇവൻ പറയുന്നത് എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണ് ഈ ടൈമിൽ പറയുന്നത്. പെട്ടെന്ന് ഇവിടെ ഒരു ഫ്ലഡ് വന്ന സമയത്ത് അന്ന് രക്ഷിക്കാൻ വേണ്ടി കായിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഇനാറിയുടെ അച്ഛനായിട്ട് മാറിയത് കായിസ്. അപ്പോൾ ആ ടൈം തൊട്ട് തന്നെ ഇനാറിയുടെ കൂടെ തന്നെ ഉണ്ട് കായിസ് എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ ഈ ടൈമിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഗാട്ടോ എന്ന് പറയുന്ന ആൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനെ എതിർക്കാൻ വേണ്ടിയിട്ട് കായിസ് അല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എതിർത്തത് കൊണ്ട് തന്നെ അവൻ്റെ 2 കൈയും തല്ലി ഒടിച്ച് നടു റോട്ടിൽ കെട്ടി ഒരു കുരിശുമേ കെട്ടി നിർത്തുകയാണ്. എന്നിട്ട് ഇനാറിയുടെ മുമ്പ് വെച്ച് തന്നെ കൊന്നു കളയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവന് ആണെങ്കിൽ ആ തോന്നുന്ന ഹീറോസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ വെറുതെയാണ്, സ്വന്തം ജീവൻ കളയാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ മാത്രമാണ് വരുന്നത്. അവൻ്റെ അച്ഛനെ രക്ഷിക്കാനും ആരും വന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ദേഷ്യമുണ്ട് അവൻ്റെ മനസ്സിൽ. അങ്ങനെ ഇതൊക്കെ കേൾക്കുന്ന നറൂട്ടോ ആണെങ്കിൽ പറയാണ്, ശരിക്കുള്ള ഹീറോസ് ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം, അതുകൊണ്ട് എനിക്ക് ഇനി ട്രെയിൻ ചെയ്യണം എന്നുള്ള രീതി പറഞ്ഞ് നറൂട്ടോ ട്രെയിൻ ചെയ്യാൻ പോകാൻ നിൽക്കുക. അവൻ ഓൾറെഡി ട്രെയിൻ ചെയ്ത് അവൻ്റെ ചക്രം എല്ലാം ഫുള്ള് തീർന്നിട്ടുണ്ട്. എന്നിട്ട് ഇനിയും ട്രെയിൻ ചെയ്യണം, ഇനാറിനെ ബോധിപ്പിക്കണം എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്.